പുതുതായിട്ട് ഓടിച്ച് പഠിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണണമെന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ വാഹനം എവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ട്രാഫിക് സിഗ്നലിലോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വാഹനം ന്യൂട്രലോട്ട് ഇടുക, അല്ലെങ്കിൽ വാഹനം ഒന്ന് ഓഫ് ചെയ്തിടുക, അത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഒരു സബ്സ്ക്രൈബർ, അതായത് സ്ഥിരം കമൻസ് ഒക്കെ തരുന്ന ഒരു സബ്സ്ക്രൈബറാണ് @ക്യാപ്റ്റൻ അമേരിക്കയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്ലോക്കിൻ്റെ ടൈമിൽ ന്യൂട്രൽ ഇട്ടിട്ട് ഫസ്റ്റിലിട്ട് എടുക്കാൻ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയാൽ അപ്പം തുടങ്ങും പുറകിൽ നിന്നും ഹോണടി. ഓക്കെ, ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാറിപ്പോയതായിരിക്കും, 2 സെക്കൻഡ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു അനുഭവം പലർക്കും, എനിക്ക് ഉൾപ്പെടെ ഇഷ്ടം പോലെ തവണ ഉണ്ടായിട്ടുള്ളായിരുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു സിഗ്നലിലൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് പലരും വന്ന് ചെയ്യുന്നൊരു കാര്യമാണ് കറക്റ്റ്, അതായത് ഒരു യെല്ലോയിലോട്ട്, റെഡിൽ നിന്നും യെല്ലോയിലോട്ട് വരുമ്പോഴത്തേക്കും പുറകിൽ നിന്നും ഹോണടി തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനു പേടിക്കുന്നു? പലരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് ഓടിച്ച് പഠിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണണമെന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല. കാരണം ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ പേടി വരുന്നത്. കാരണം പുറകിൽ നിന്നും ഹോണടി കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ഒരു കാരണവശാൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗ്, ഇത് നമ്മുടെ നാട് തന്നെയാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തും ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ റൂൾസ് അനുസരിക്കണം. ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് റെഡ്, യെല്ലോ, ഗ്രീൻ, ശരിക്കും പറഞ്ഞാൽ റെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, അതിൽ പോകാമെന്നല്ല. യെല്ലോ എന്ന് പറഞ്ഞാൽ പോകാമെന്നുമല്ല അർത്ഥം. യെല്ലോ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആകിക്കോളൂ, അതായത് വാഹനം ഓഫ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ, പോകാനുള്ളത് റെഡിയാകുന്നു. ഗ്രീൻ എന്ന് പറയുന്നൊരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം പോകാം എന്നാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ, ഇത് നമ്മുടെ കേരളം ആയതുകൊണ്ട് ഗ്രീൻ വന്നാലും റൈറ്റും ലെഫ്റ്റും ഒന്ന് നോക്കിയിട്ട് വാഹനം എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ സേഫ്റ്റിക്ക് മാത്രമല്ല, അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ വരുന്നവൻ്റെ ഒരു സേഫ്റ്റിക്കും കൂടെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യും. ജസ്റ്റ് എൻ്റെ റെക്കമെൻഡേഷൻ മാത്രമാണ്, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഒന്നും നോക്കണ്ട. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കണ്ടീഷൻ നല്ലതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ബാറ്ററി ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് വാഹനം 1 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും ഫ്യൂവൽ കൺസപ്ഷൻ അവിടെ കുറയുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തന്നെയാണ്. അത്രയും കൂടെ കൂടുതൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന സമയത്ത്, ഏതെങ്കിലും ട്രാഫിക് സിഗ്നലൊക്കെ നിർത്തുന്ന സമയത്ത് ധൈര്യമായിട്ട് ഓഫ് ചെയ്തോളൂ. പുറമുള്ളവൻ ഹോൺ അടിക്കുകയാണെങ്കിൽ അവൻ ഹോൺ അടിക്കട്ടെ, അവന് വഴി കിട്ടുന്ന പോലെ അവൻ പൊക്കോട്ടെ എന്ന് ചിന്തിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: വാഹനം നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, പോവുക. നമ്മളായിട്ട് തെറ്റുവെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മളോട് പാർക്ക് ചെയ്തിട്ടുകൊണ്ട് ഈ പണി നടത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം അങ്ങനെ നിർത്തിയിടുന്നതിന് ഒരു കുഴപ്പമില്ല. നിർത്തിയിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ടൈം അധികം നേരം ഒന്നും വേണ്ട. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഓടിക്കാം, അല്ലെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടതിന് ശേഷം ഗ്രീൻ സിഗ്നൽ ആകുന്നതിൻ്റെ യെല്ലോ ആകുമ്പോഴത്തേക്കും തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്താൽ മതി.